അവക്കാഡോ കൊണ്ടേ നമുക്കൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാലോ? അതും നല്ല ഹെൽത്തി ആയിട്ടുള്ള സാൻഡ്വിച്ച്. ഇതാണ് അവക്കാഡോ മരം. ഞങ്ങളുടെ വീട്ടിൽ ഒരു അവക്കാഡോ മരമുണ്ട്. അതാണിത്. പക്ഷെ കായ്ച്ചിട്ടൊന്നുമില്ല കേട്ടോ. അത് നട്ടിട്ട് കുറേ നാളായി. അതിൻ്റെ അകത്തെ കുരു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വലിയൊരു കുരുവാണ്. ആ കുരു ഇട്ട് കിളിപ്പിക്കുന്നതാണ് ഈ അവക്കാഡോ മരം. ഇത് അങ്ങനെ എനിക്കും ഒരു തൈ കിട്ടി. അത് ഞാനും കിളിപ്പിച്ചു. ഇത്രയായി വച്ചിട്ട് കുറേ നാളായി. കായ്ച്ചിട്ടില്ല. എന്ന് കായ്ക്കുമെന്ന് നോക്കി നിൽക്കുകയാണ്. കണ്ടോ, ഇതാണ് അവക്കാഡോ മരം. കുറച്ച് ഒരു താമസമുണ്ടായിരിക്കും. ഞാനിപ്പോൾ വെച്ചിട്ട് ഒരു വർഷമൊക്കെ ആയി. ഇതാണ് ശരിക്കും അവക്കാഡോ മരത്തിൽ ഉണ്ടായി കിടക്കുന്നത്. കണ്ടോ, ഇങ്ങനെയാണ് അവക്കാഡോ ഉണ്ടാകുന്നത്. അപ്പം ഞാൻ അതുകൊണ്ടൊരു സാൻഡ്വിച്ച് ഉണ്ടാക്കിയതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ ടേസ്റ്റാണ്. കണ്ടോ, അതുപോലെ തന്നെ വളരെ ഹെൽത്തിയാണ്. കണ്ടോ, നിങ്ങളൊക്കെ ഉണ്ടാക്കി കഴിച്ച് കാണും. എന്നാലും ഞാൻ ആദ്യമായിട്ടാണ് അവക്കാഡോ കൊണ്ട് ഒരു വിഭവം ഉണ്ടാക്കുന്നത്. ഇതാണ് അവക്കാഡോ. ഞാൻ 2 അവക്കാഡോ വാങ്ങിച്ചു. അതിൽ ഒരെണ്ണം എടുത്ത് നല്ല വിലയുണ്ട് കേട്ടോ. എന്നാലും നല്ല ഹെൽത്തിയാണ്. എന്താണെന്ന് വെച്ചാൽ ഞാനിത് ഉപയോഗിച്ചിട്ട് എനിക്ക് തോന്നിയത് ഇതിന് ഗുണവും നല്ല ഗുണമുണ്ട്. പക്ഷേ നമ്മൾക്ക് അങ്ങനെ പ്രത്യേക ടേസ്റ്റോ മണമോ ഒന്നുമില്ലാത്ത ഒരു ബട്ടർ ഫ്രൂട്ട് എന്ന് കൂടി പറയാം. ഇതിൻ്റെ പേര് പോലെ തന്നെ ബട്ടർ പോലെ തന്നെയാണ് അതിൻ്റെ ഉൾഭാഗം ഇരിക്കുന്നത് കേട്ടോ. കണ്ടോ, ബട്ടർ പോലെ തന്നെയാണ് അതിൻ്റെ ഉൾഭാഗം ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെയായിരിക്കും ബട്ടർ ഫ്രൂട്ട് എന്ന ഒരു പേരും കൂടി അതിന് വന്നത്. അപ്പം ഞാനത് ഇതുപോലെ ഒന്ന് കണ്ടോ, പെട്ടെന്ന് പോരും. ഇതുപോലെ നമ്മളൊന്ന് സ്പൂണും കൊണ്ട് തോണ്ടുമ്പോഴത് പെട്ടെന്ന് പോരും. നമ്മളെ ചിരട്ടയിൽ നിന്ന് കൊപ്ര വേർതിരിക്കുന്നത് പോലെ തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. അതിപ്പോൾ ചിരട്ട പോലെ തന്നെയാണ് ഇതെടുത്ത് കഴിയുമ്പോഴും കാണുന്നത് അല്ലേ. അതിൻ്റെ അകത്തിരിക്കുന്ന കുരു നോക്കിയേ, ഇത്രയും മുഴുത്ത കുരുവാണത്. ആ ബട്ടർ പോലെ അതിൽ ആ ദശയൊക്കെ പിടിച്ചിരിക്കുന്നത് കണ്ടോ. ഈ കുരു നമ്മൾക്ക് പാകി കിളിപ്പിക്കാൻ പറ്റും. അങ്ങനെ പാകിയിട്ട് കിളുത്ത തൈയാണ് ഞാൻ നിങ്ങളിപ്പോൾ കണ്ടത്. കണ്ടോ, ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതി. ഇതുപോലെ ഇങ്ങ് പോരും. കണ്ടോ, അത് നമ്മൾക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണിത്. ഇത് ഷുഗറുകാർക്കും പ്രഷറുകാർക്കും കൊളസ്ട്രോളുകാർക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന, മധുരമില്ല എന്നാൽ വലിയ ടേസ്റ്റ് ഉണ്ടോ അതില്ല, ഒക്കെ എല്ലാം നല്ല നോർമലായിട്ടുള്ള നല്ല ഒരു ഫ്രൂട്ടാണ്. ആർക്ക് വേണേലും കഴിക്കാം. ആരും മാറി നിൽക്കാതെ, ആരെയും മാറ്റി നിർത്താതെ എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ടാണ് അവക്കാഡോ. ഞാനിതുവരെ വാങ്ങിച്ചിട്ടില്ലായിരുന്നു. ആദ്യമായിട്ട് വാങ്ങിക്കുകയാണ്. അപ്പം അതുകൊണ്ടൊരു വിഭവം ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചതാണ്. അപ്പം അങ്ങനെ ഉണ്ടാക്കിയപ്പോഴും നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. കണ്ടോ, അത് ഇതുപോലെ ഒന്ന് നമ്മൾക്ക് സ്പൂണിട്ട് അതിൻ്റെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. കണ്ടോ, ഇതിനകത്ത് നമ്മൾ ആ വെജിറ്റബിളൊക്കെ ചേർക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് നമ്മൾ അറിയുന്നത്. ആ ടേസ്റ്റും മണവും ഒക്കെ നമ്മൾക്ക് മനസ്സിലാകുന്നത് ഇതിനകത്ത് വെജിറ്റബിൾ ഏതെങ്കിലും സാധനം, ഇപ്പോൾ പൊടിയാണെങ്കിലും എന്താണെങ്കിലും ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് നമ്മൾ ഉണ്ടാക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കുക്കുംബർ ചെറുതായിട്ട് അരിഞ്ഞ് അതിട്ട് കൊടുത്തു. അതുപോലെ തന്നെ ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടി ഇട്ട് കൊടുത്തു. അപ്പോൾ ഞാൻ കുറേ വെജിറ്റബിൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ കൊടുക്കാവുന്ന ഏറ്റവും നല്ലൊരു വെജിറ്റബിളൊക്കെ അവർക്ക് ഇങ്ങനെ നമുക്ക് കഴിപ്പിക്കാം. ഇത് കാപ്സിക്കം റെഡും അതുപോലെ തന്നെ മഞ്ഞയും അതുപോലെ തന്നെ പച്ചയും 3 കളറിലുള്ള ക്യാപ്സിക്കമാണ്. അതും കൂടി ഇട്ട് കൊടുത്തു. ഇതൊക്കെ നമ്മളുടെ ഉള്ളിൽ ചെല്ലും. പല കളറുകളും നമ്മളുടെ ഉള്ളിൽ ചെല്ലുമ്പോൾ നമ്മൾക്ക് ധാരാളം വൈറ്റമിൻസ് നമ്മൾക്ക് കിട്ടും. അതുപോലെ തന്നെ ഒരു കപ്പ് ക്യാബേജ് അരിഞ്ഞത്, അതുപോലെ തന്നെ ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് അതും കൂടി ഇട്ട് കൊടുത്തു. അതുപോലെ ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞ് അതും ഇട്ട് കൊടുത്തു. ഇനി അതെല്ലാം കൂടി ഞാനൊന്ന് നമ്മളുടെ അവക്കാഡോയുടെ ആ ജ്യൂസിൽ എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ്. ഇതും കൂടി ഇത് വെജിറ്റബിൾ ഇട്ട് കഴിയുമ്പോഴാണ് നമ്മൾ ആ അവക്കാഡോയുടെ പ്രത്യേക ടേസ്റ്റ് മനസ്സിലാക്കുക. അല്ലാതെ നമ്മൾ ആ മുറിച്ച സമയത്ത് നമ്മൾ സ്വല്പം നമ്മളുടെ നാക്കിൽ വെച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് പ്രത്യേക ടേസ്റ്റ് ഒന്നും തോന്നത്തില്ല. പക്ഷേ ഇങ്ങനെ വെജിറ്റബിൾ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്ന് കഴിക്കുകയാണെങ്കിൽ അപാര ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ തന്നെ വളരെ ഹെൽത്തിയാണ്.
എല്ലാ വൈറ്റമിൻസും കൂടി നമ്മൾക്ക് ഒരുമിച്ച് കിട്ടും. ഇതുപോലെ നമ്മൾ വെജിറ്റബിളിലൊക്കെ അതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തു. കുറച്ച് പച്ചമുളക് 2 പച്ചമുളകും കൂടി ചെറുതായിട്ട് അരിഞ്ഞു. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. കുറച്ച് കുരുമുളക് പൊടി ഞാൻ ഇട്ട് കൊടുത്തു. ഒരു അര ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ അര ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുത്തു. 1 ടീസ്പൂണോളം ആപ്പിൾ സിഡർ വിനീഗറും കൂടി ഇട്ട് കൊടുത്തു. ആപ്പിൾ സിഡർ വിനീഗർ ഇല്ല എങ്കിൽ നാരങ്ങാ നീര് 1 ടീസ്പൂൺ ഒഴിച്ച് കൊടുത്താൽ മതി. ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഞാൻ ഇളക്കി യോജിപ്പിക്കുകയാണ് നമ്മളുടെ ബട്ടർ ഫ്രൂട്ടിലേക്ക്. ഞാൻ കുറച്ച് ബ്രെഡ് പീസ് എടുത്തിട്ടുണ്ട്. ആ ബ്രെഡ് പീസിലേക്ക് ഞാൻ ഇതുപോലെ നമ്മളുടെ അവക്കാഡോ വെജിറ്റബിളും അവക്കാഡോയും കൂടി ചേർത്തിട്ടുള്ള ആ മിക്സിങ് ഇതിൽ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഞാനിതിൻ്റെ ഒരു ബ്രെഡ് പീസിൻ്റെ മുകളിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ്. എല്ലായിടത്തും ചെല്ലുന്ന വിധത്തിൽ നന്നായിട്ട് വെച്ച് കൊടുക്കുക. ഇങ്ങനെ തന്നെ നമ്മൾക്ക് ഒരു പീസും കൂടെ അതിൻ്റെ മുകളിൽ വെച്ച് ഇങ്ങനെ തന്നെ നമ്മൾക്ക് കഴിക്കുവാനായിട്ട് സാധിക്കും. പക്ഷെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് മൊരിച്ചൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോഴിതിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടി കൂടുമല്ലോ. അപ്പം അങ്ങനെ ഞാൻ ആ ബ്രെഡ് പീസിലെല്ലാം ഞാൻ ഇതുപോലെ ഫില്ല് ചെയ്ത് വെച്ചു. ഇനി ഒരു നോൺ സ്റ്റിക്ക് പാൻ ഞാൻ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യാണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ കുറച്ചേ ഇട്ടിട്ടുള്ളൂ. 1 ടീസ്പൂണോളം ഇടുകയാണെങ്കിൽ അല്ല 1.5 ടീസ്പൂണോളം ഇടുകയാണെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റും ഒന്നും കൂടി ടേസ്റ്റും കിട്ടും. കുട്ടികൾക്കൊക്കെ അങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ. അവരുടെ ടേസ്റ്റിന് നന്നായിട്ട് മൊരിച്ചൊക്കെ എടുക്കാൻ പറ്റും. ഞാനിപ്പോൾ കുറച്ചേ ഇട്ടിട്ടുള്ളൂ. ഒരു 1/4 ടീസ്പൂണോളം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അത് ഇതുപോലെ ഞാനൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് 2 പീസ് എന്ന് പറഞ്ഞാൽ 4 പീസ് നമ്മളെ ബട്ടർ മസാല അകത്ത് വെച്ചിട്ട് ഉള്ള 2 പീസ് വെച്ചു. അതൊന്നും ഒരു ഭാഗം മൊരിഞ്ഞ് കിട്ടണം. പിന്നെ ഞാനൊരു സ്വല്പം ബട്ടറും കൂടി എടുത്ത് അതിൻ്റെ തിരിച്ചിടുമ്പോഴും കൂടി വേണമല്ലോ. അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിലേക്ക് കൈകൊണ്ട് തന്നെ ഒന്ന് പുരട്ടി കൊടുക്കുകയാണ്. സ്പൂണും കൊണ്ട് പുരട്ടുന്നതിനെക്കാട്ടി നല്ലത് കൈകൊണ്ട് നമ്മളിങ്ങനെ ഒരിക്കുമ്പോൾ അതെല്ലായിടത്തും തന്നെ എത്തിക്കോളും. അതുകൊണ്ട് തന്നെ ഞാൻ സ്വല്പം ബട്ടർ എടുത്ത് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുകയാണ്. മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. അതൊന്ന് മൊരിഞ്ഞ് കിട്ടണം. ഞാനങ്ങനെ ഒത്തിരി അങ്ങ് മൊരിക്കുന്നൊന്നുമില്ല. കുറച്ച് മൊരിച്ചെടുക്കുകയാണ്. കൂടുതൽ ബട്ടർ ഇട്ടാൽ നല്ല ടേസ്റ്റ്, കുട്ടികൾക്ക് നല്ല ടേസ്റ്റ്. നമ്മൾക്കൊക്കെ ഇത് മതി. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ കുറച്ച് നെയ്യൊക്കെ കൂടുതലിട്ട് മൊരിച്ച് കൊടുക്കുക. എന്നിട്ടൊന്ന് പതുക്കെ ഒന്ന് അമർത്തി കൊടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ആ വെജിറ്റബിളൊക്കെ ജസ്റ്റ് ഒന്ന് ചൂടായി ഒന്ന് വാടി കിട്ടും. അപ്പോഴും നല്ല ആ പച്ചപ്പങ്ങ് മാറിക്കിട്ടും. നമ്മളുടെ ആ വെജിറ്റബിളിൻ്റെയൊക്കെ പച്ചപ്പൊക്കെ അങ്ങ് മാറി നല്ലൊരു ടേസ്റ്റ് ആകും. ഒത്തിരി നമ്മൾ ചൂടാക്കുന്നില്ലല്ലോ. ചെറുതായിട്ട് ഒരു ചൂട് അതിൻ്റെ നടുക്ക് വരുമ്പോൾ അത് നല്ലൊരു ടേസ്റ്റാണ്. അപ്പുറത്തെ വശം ഒരുമാതിരി മൊരിച്ചെടുത്തിട്ടുണ്ട് ഞാൻ. അങ്ങനെ നമ്മളുടെ അവക്കാഡോ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീണ്ടും ഞാൻ പാൻ അടുപ്പയിലേക്ക് വെച്ച് വീണ്ടും ഞാൻ ആ പാനിൽ തന്നെ, പാൻ ഓൾറെഡി ഉണ്ടല്ലോ, നമ്മൾ 2 പീസ് 4 കഷ്ണം നമ്മൾ 2 പീസ് ഫില്ല് ചെയ്ത് നമ്മൾ എടുത്തു. വീണ്ടും ഞാൻ കുറച്ച് ബട്ടറും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്ത് വീണ്ടും അതുപോലെ തന്നെ ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് നമ്മളുടെ ബ്രെഡ് പീസ് വെച്ച് കൊടുത്തു. നേരത്തെ വെച്ചതുപോലെ തന്നെ വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ ഞാൻ എല്ലാം അതുപോലെ തന്നെ വെച്ച് മൊരിച്ച് എടുത്തു. കണ്ടോ? അങ്ങനെ ഞാൻ എടുത്ത ബ്രെഡ് പീസുകളെല്ലാം ഇതുപോലെ ഫില്ല് ചെയ്ത് ഇതുപോലെ മൊരിച്ചെടുത്ത് വെച്ചു.
ഇനി നമ്മൾക്കതൊന്ന് രണ്ടായിട്ടൊന്ന് മുറിച്ച് നോക്കാം. നമ്മളുടെ ഉൾഭാഗം ഒന്ന് കാണണ്ടേ, അതിനായിട്ട് ഞാനൊരു കത്രിക ഉപയോഗിച്ച് മുറിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് മുറിക്കാൻ അത് കത്തി കൊണ്ട് മുറിക്കുന്നതിനെക്കാട്ടി നല്ല ഇതുപോലെ മുറിച്ചെടുക്കുകയാണ്. കണ്ടോ, അതിൻ്റെ ഉൾഭാഗം നോക്കിയേ, ചെറുതായിട്ടൊന്ന് ചൂടായി ആ ടേസ്റ്റൊക്കെ ആ ബട്ടർ ഫ്രൂട്ടിൻ്റെ ബട്ടറൊക്കെ ഒന്ന് എല്ലായിടത്തും ആയി. വളരെ ടേസ്റ്റാണ്, നിങ്ങളൊന്ന് കഴിച്ച് നോക്കണം. അങ്ങനെ നമ്മളുടെ അവക്കാഡോ സാൻഡ്വിച്ച് വളരെ ടേസ്റ്റായിട്ടുള്ള അവക്കാഡോ സാൻഡ്വിച്ചാണ്. കണ്ടോ, അപാര ടേസ്റ്റാണ്. ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നിങ്ങളും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കിയിട്ടില്ല എങ്കിൽ ഉണ്ടാക്കി നോക്കണം. അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ഓൾ എന്ന ആ ഓപ്ഷനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇടുമ്പോഴേ കാണുവാനായിട്ട് സാധിക്കും. നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും. കണ്ടോ, നമ്മളുടെ അവക്കാഡോ സാൻഡ്വിച്ച്. ആഹാ, കാണാനും നല്ല ഭംഗി, കഴിക്കാനും നല്ല ടേസ്റ്റ്. ഓക്കേ, ബൈ ബൈ.